നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മഴ നനഞ്ഞാല് ആ ചെരുപ്പ് ചീത്തയാവും, നാശമാവും. അപ്പൊ അവൻ ഓടി അടുത്ത് കണ്ട വീട്ടിൽ ചെന്ന് കേറിയിട്ട് ആ വീട്ടുകാരോട് ചോദിച്ചു, ഞാൻ ഈ ചെരുപ്പ് നിങ്ങളുടെ സിറ്റൗട്ടിൽ വെച്ചോട്ടെ, മഴ കഴിഞ്ഞു വന്നെടുത്തോളാമെന്ന്. അവര് സമ്മതിച്ചു. മോൻ ചെരുപ്പ് വെച്ചിട്ട് വീട്ടിൽ പൊയ്ക്കോ, സമയം പോലെ വന്നെടുത്താ മതിയെന്ന്. അങ്ങനെ ആ കുട്ടി ചെരുപ്പ് അവിടെ വെച്ചിട്ട് ഓടിപ്പോയി. എന്നിട്ടോ? പിന്നീടല്ലേ രസം. ആ സമയത്ത് ഒരു ശവഘോഷയാത്ര അതുവഴി വന്നു. അതെന്താ? ശവഘോഷയാത്ര എന്നാൽ മരിച്ചുപോയ ആളെ ദഹിപ്പിക്കാനായി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ അവരും ഈ മഴ കണ്ട് ഭയന്നു. ശ്മശാനത്തിൽ കൊണ്ടുപോയി കത്തിക്കാനുള്ള ശവം നനഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പൊ അവരും നമ്മുടെ കുട്ടി ചെരുപ്പ് വെച്ച ആ വീടില്ലേ, അവിടെ വന്നിട്ട് ചോദിച്ചു, ഞങ്ങൾ ഇത് ഇവിടെ ഈ സിറ്റൗട്ടിലൊന്ന് വെച്ചോട്ടേന്ന്, മഴ കഴിഞ്ഞിട്ട് എടുത്തുകൊണ്ട് പൊയ്ക്കോളാമെന്ന്. അവര് സമ്മതിക്കോ? സമ്മതിക്കോ? ഇല്ല. സമ്മതിച്ചില്ലെന്ന് മാത്രമല്ല, പെട്ടെന്ന് എടുത്തുകൊണ്ട് പൊയ്ക്കോളാനും പറഞ്ഞു. അതിനർത്ഥം എന്താ? അതിനർത്ഥം ഒന്നേ ഉള്ളൂ, മനുഷ്യൻ മരിച്ചാ പിന്നെ ഒരു ചെരുപ്പിന്റെ വില പോലും ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ജീവിച്ചിരിക്കുമ്പോ നല്ലത് മാത്രം ചെയ്യണം, മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം. മനസ്സിലായോ? ഇപ്പൊ എനിക്ക് ഏതാണ്ടൊക്കെ മനസ്സിലായി. മോളിവിടെ ഇരിക്കേ, അച്ഛനിപ്പോ വരാം. ആരാണ് വിളിക്കുന്നത് നോക്കട്ടെ. ഹലോ, ഡോക്ടർ നിരഞ്ജൻ? സ്പീക്കിംഗ്. ഞാൻ പേരില്ലാത്തൊരു പ്രജയാണ്, ഒരു അനോണിമസ് ഇൻഫോർമർ. ഞാൻ പേരിടണോ? യു ആർ ഫണ്ണി ഡോക്ടർ. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിൽ, അല്ല സത്യത്തിൽ, ടൺ കണക്കിന് ഫണ്ണില്ല. ഈ രാത്രിയിൽ ഇനി കൂടുതൽ ചിരിച്ചു ഉറക്കം കളയാൻ ഞാനില്ല. ചിരിച്ചില്ലെങ്കിലും ഉറക്കം പോവും. കാരണം ഓരോ നിമിഷവും താങ്കൾ ചതിക്കപ്പെടുകയാണെന്ന മുന്നറിയിപ്പാണ് ഞാൻ താങ്കൾക്ക് തരുന്നത്. അതൊരു തിരിച്ചറിവായി താങ്കൾ ഏറ്റെടുക്കണം. കാര്യം പറയൂ. ഞാൻ എന്റെ മോൾക്ക് കഥ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. നിങ്ങളുടെ മടിയിൽ കിടന്ന് കഥ കേൾക്കുന്ന കുട്ടി ശ്രുതിമോൾ നിങ്ങളുടെ മകളല്ലെന്ന സത്യമാണ് പറയുന്നത്. ആ കുട്ടിയുടെ അച്ഛൻ മറ്റൊരാളാണ്. നിങ്ങൾക്ക് DNA ടെസ്റ്റ് നടത്തി നോക്കാം. എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഉത്കണ്ഠപ്പെടുന്ന പ്രിയ സഹോദര, എന്റെ കുഞ്ഞിന്റെ പിതൃത്വത്തിന്റെ കാര്യത്തിലും എന്റെ ഭാര്യയുടെ പാതിവൃത്യത്തിന്റെ കാര്യത്തിലും എനിക്ക് യാതൊരു സംശയവുമില്ല. സംശയമുണ്ടാക്കാൻ ആർക്കും കഴിയുകയില്ല. കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ വെർജിനിറ്റിയും ജനിക്കുന്ന കുഞ്ഞിന്റെ ജനിത ഘടനയും പരിശോധിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷേ ഡോക്ടർ നിരഞ്ജൻ ആ കൂട്ടത്തിൽ വരില്ല. നിങ്ങൾ വിഡ്ഢിയാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ. Please shut your mouth and mind your own business.
ഏറ്റില്ല. ഡോക്ടർ നിരഞ്ജന് ഭാര്യയോട് ഭയങ്കര വിശ്വാസം. അക്ഷരയുടെ കുട്ടി ആരായാലും അതിന്റെ അച്ഛൻ നിരഞ്ജനായിരിക്കും. അത് പറഞ്ഞത് കുട്ടിയുടെ സ്വന്തം അപ്പനോടാണെന്ന് ഓർക്കണം. ഒരു രീതിയിലും പിടിതരാത്ത ഒരാളാണ് ഡോക്ടർ നിരഞ്ജനെന്ന് ഇപ്പൊ തോന്നുന്നു. ദ അൺപ്രഡിക്റ്റബിൾ പേഴ്സൺ. നാണയത്തിന്റെ ഒരു വശത്ത് ശാന്തൻ, സൗമ്യൻ, തൊട്ടൊന്ന് മറിച്ചിട്ടാൽ പഴയ പൂവരണി നിരഞ്ജൻ, ദ ഡബിൾ എഞ്ചിൻ ഹീറോ. അയാൾ ഉത്തമ പുരുഷനല്ലേ, ഭഗവാൻ ശ്രീരാമചന്ദ്രനെ പോലെ. ശ്രീരാമ ഭഗവാൻ. ബട്ട് യു നോ ദ ഐറണി? ലങ്കയിൽ പോയി യുദ്ധം ജയിച്ച് സീതാദേവിയെ തിരികെ കൊണ്ടുവന്നു. പക്ഷേ പിന്നീട് ശ്രീരാമചന്ദ്രന്റെയും സീതാദേവിയുടെയും ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? ഒരലക്കുകാരന്റെയും ഭാര്യയുടെയും അപവാദത്തിലിട്ട് ഇരിക്കുന്ന കുരണ്ടിപ്പലകയുടെ അടിയിൽ വെച്ചിരുന്ന രാവണന്റെ ചിത്രത്തിന്റെ പേരിൽ ഗർഭിണിയായ സീതാദേവിയെ, അതും ട്വിൻസിനെ വയറ്റിൽ ചുമക്കുന്ന സീതാദേവിയെ, യുനോ ലെമൻ ആൻഡ് കുഷൻ, വനത്തിൽ കൊണ്ടുപോയി കളഞ്ഞു. സീതാദേവി ഭൂമി പിളർന്ന് അന്തർദാനം ചെയ്തു. ശ്രീരാമദേവനോ സരയൂ നദിയിലേക്ക് ഇറങ്ങിപ്പോയി ആത്മഹൂതി ചെയ്തു. അത് തന്നെ ഇവിടെയും സംഭവിക്കും. പുരാണവും ചരിത്രവും ആവർത്തിക്കും. എന്നാ പിന്നെ ഡോക്ടർ പൊയ്ക്കോ. അർദ്ധരാത്രിയിൽ അന്യപുരുഷനോടൊപ്പം ഇങ്ങനെ നിൽക്കണ്ട. ശരത്ത് വരെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ശരി ശരി. പിന്നെ രാത്രിയിൽ എന്നെ ഉറങ്ങാൻ അനുവദിക്കണം. ഞാൻ ഉണർന്നിരുന്നാൽ നിങ്ങളുടെ ഉറക്കം എന്നേക്കുമായി നഷ്ടപ്പെടും. ബൈ. ഓക്കെ ബൈ. ഡോക്ടർ സുനിത ഇപ്പൊ പോയതേ ഉള്ളൂ. അത് നന്നായി. പിന്നെ സാറേ, എനിക്ക് സാറിനോട് മാത്രമായി ഒരു പ്രധാന കാര്യം സംസാരിക്കാനുണ്ട്. എടോ, അത് പറഞ്ഞുകൊണ്ടാണല്ലോ ഞാൻ വരാൻ പറഞ്ഞത്. താൻ കാര്യം പറ. സാറേ, എനിക്കൊരു ഡെഡ് ബോഡി വേണം. ഡെഡ് ബോഡിയോ? എടോ, തന്നെ കൊന്നിട്ട് ആ ബോഡി ഞാനങ്ങ് തരാം. തമാശയല്ല സാറേ. ആരുടെ ഡെഡ് ബോഡിയോ നിനക്ക് വേണ്ടത്? എന്റെയോ അതോ അക്ഷരയുടെയോ? അല്ല, നിരഞ്ജന്റെ ആവാം അല്ലേ? അതോ ദേവികയുടെ വേണോ? ഇതിലാറെ അല്ല, എനിക്ക് ശേഖറിന്റെ നീളത്തിലും മണ്ണത്തിലുള്ള ഒരു ഡെഡ് ബോഡിയാണ് വേണ്ടത്. ബ്ലഡ് ഗ്രൂപ്പ് ബി പോസിറ്റീവ് ആയിരിക്കണം എന്നൊറ്റ ഡിമാൻഡ് കൂടിയുള്ളൂ. എന്താ പഴയ സുകുമാരക്കുറുപ്പ് മോഡൽ ഐഡി വല്ലതാണോ നിന്റെ മനസ്സിൽ? എന്റെ പൊന്ന് സാറേ, അതൊക്കെ 80s കിഡ്സ്. ഞാനേ ഇക്കാലത്ത് ജീവിക്കുന്ന ആളാ. പഴഞ്ചൻ ഐഡികളും വിന്റേജ് വെപ്പൺസും ശരത്ത് ഉപയോഗിക്കാറില്ല. എന്റെ തലയ്ക്കകത്തുള്ളത് മോസ്റ്റ് മോഡേൺ വെപ്പൺസാ. അല്ലാതെ കരിങ്കലി രാവി എനിക്ക് അമ്പുകളല്ല. നല്ല ഒന്നാം തരം ബ്രഹ്മോസ് മിസൈൽ, 3500 കിലോമീറ്റർ ദൂരപരിധിയുള്ള ബ്രഹ്മാസ്ത്രം. അതെന്തെങ്കിലും ആവട്ടെ. എടവും ഒരു ഡെഡ് ബോഡി സംഘടിപ്പിക്കാന്ന് വെച്ചാൽ അതത്ര നിസ്സാരമായിട്ടുള്ള കാര്യമൊന്നുമല്ല. അതും കേരളത്തിൽ. തമിഴ്നാട്ടിൽ നിന്നായിരുന്നെങ്കിൽ നമുക്ക് നോക്കായിരുന്നു. അതെവിടുന്നായാലും കുഴപ്പമില്ല സാറേ. ശാവു എഴുന്നേറ്റ് ഇന്ന് സംസാരിക്കത്തൊന്നുമില്ലല്ലോ. തമിഴനോ തെലുങ്കനോ ആരെങ്കിലും മതി. എടവും 2-3 ഏജന്റുമാരുടെ നമ്പർ ഞാൻ തരാം. മെഡിക്കൽ കോളേജിലേക്ക് ഡെഡ് ബോഡീസ് സപ്ലൈ ചെയ്യുന്നവരാ. മതി, ഞാൻ പോയി മേടിച്ചോളാം. പക്ഷെ ഇതിൽ ഞാൻ സാറില്ലാന്നല്ലേ? വേണ്ട സാറേ, ഞാൻ പോയി വിക്രമാദിത്യൻ വേതാളത്തെ ചുമന്ന പോലെ ആ ശവം ചുമന്നുണ്ടെങ്കിൽ വരാം. ബാക്കി കളിയൊക്കെ പിന്നെ.